ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ ഉണ്ടായിരുന്നു ഒരു കുക്കിംഗ് വീഡിയോ ആയിരുന്നു. അത്ര ശരിയായിട്ടില്ല, എന്നാലും എന്തായാലും ഇന്നലെ ഒരു കുക്കിംഗ് വീഡിയോ ഇട്ടു. അപ്പം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ അല്ലേ? എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പം ഞാനൊരു 2 ദിവസം കൊണ്ട് ഞാനൊരു ഒരു വിശ്വാസ സഭയെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ട് 2 വീഡിയോ ഇട്ടായിരുന്നല്ലോ. അപ്പം അതിനെക്കുറിച്ചൊന്ന് പറയാനാണ് ഇപ്പം ഞാൻ വന്നത്. അപ്പം ഇനി ഞാൻ ഈ വിഷയം എടുക്കുന്നില്ല, ഇതോടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇനി ഞാൻ പറയുന്നില്ല. അപ്പം വീഡിയോയ്ക്ക് ഒരുപാട് കമൻറ്റുകൾ വന്ന്. കമൻറ്റ് പ്രത്യേകിച്ച് നമ്മുടെ നോർമൽ അല്ലാത്ത ആൾക്കാരല്ല, വിശ്വാസ ജീവിതത്തിൽ നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ് കമൻറ്റുകൾ ഇട്ടേക്കണേന്ന് എനിക്ക് മനസ്സിലായി. അത് അങ്ങനെയുള്ളവരെ ഇടത്തുള്ളൂ. അപ്പം നല്ലത് പറഞ്ഞവരുമുണ്ട്, നല്ലത് പറഞ്ഞവരുമുണ്ട്, അല്ലാതെ ഉപദേശിച്ചവരും ഒക്കെ ഉണ്ട്. അപ്പം ഒരിക്കലും നമ്മൾ ഇങ്ങനെ പറയണമെന്നൊന്നും ആഗ്രഹിച്ചതല്ല. പിന്നെ എന്നെ ഊളംപാറ കൊണ്ടുപോകണം, രോഗം വരുമ്പോൾ ഇവിടെ വന്നിരുന്ന് കരയരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രോഗമൊക്കെ ദൈവം തമ്പുരാൻ തരുന്നില്ല. ഇപ്പോൾ ഒരാൾ പറഞ്ഞെന്ന് വെച്ചിട്ട് ഒരാൾക്ക് രോഗമൊന്നും രോഗം വരത്തില്ലെന്നല്ല, ഒരാൾ പറഞ്ഞുകൊണ്ട് രോഗം വരണമെന്നില്ല. അത് ദൈവം തരുന്നതാണ്. ദൈവം തരുന്ന എന്തും നമ്മൾ ഭൂമിയിലുള്ളവർ കൈനീട്ടി സ്വീകരിക്കുക. ഞാൻ വിശ്വാസ ജീവിതത്തെക്കുറിച്ച് ദൈവത്തെ കുറ്റം പറഞ്ഞിട്ടില്ല. ദൈവത്തെ അല്ല ഞാൻ കുറ്റം പറഞ്ഞത്. ഞാൻ ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ പോയി, ഒരു സഭയിലോട്ട് പോയി. അവിടെ നിന്ന് എൻ്റെ വീട്ടിൽ ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം ഉണ്ടായപ്പോൾ പുള്ളി നമ്മളെ ഒരു ഹെൽപ്പ്, ഒരു സഭ നടത്തുന്ന ഒരു അച്ഛനോ അല്ലെ ഒരു പള്ളിയിൽ അച്ഛനോ ഒരു പാസ്റ്ററോ ഒരു കുടുംബത്തിലൊരു പ്രശ്നം വന്നാൽ അത് പറഞ്ഞ് തീർത്ത് അതിൻ്റെ കാര്യങ്ങൾ നമ്മളോട് അന്വേഷിക്കുകയല്ല ചെയ്യേണ്ടത്. ഇതങ്ങനെയല്ല. പുള്ളി പോവുകയാണ് ചെയ്തത്. അതിനൊരു മറുപടിയോ നമ്മളെ കുറ്റപ്പെടുത്തിയിട്ട് പോവുകയാണ് ചെയ്തത്. അത് നമുക്ക് ഉപദേശങ്ങൾ തരേണ്ടതും അങ്ങനെ അതിനെന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ടതും പുള്ളിയാണ്. അപ്പോൾ പുള്ളി അത് പിന്മാറി പോവുകയാണ് ചെയ്തത്. നമ്മുടെ ആ സാഹചര്യത്തിലായിരുന്നപ്പോൾ പുള്ളി പിന്മാറി പോവുകയായിരുന്നു ചെയ്തത്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ സഭയെ വിട്ടിട്ടുള്ളൂ. ഞങ്ങൾ ദൈവത്തെ വിട്ടിട്ടില്ല. പിന്നെ ഞങ്ങൾ ദൈവത്തെ വിട്ടിട്ടില്ല. ദൈവവചനങ്ങൾ എപ്പോഴും അറിയാമെന്നല്ല, ദൈവവചനങ്ങളും അറിയാം. സഭ മാത്രമേ വിട്ടിട്ടുള്ളൂ, ദൈവത്തെ വിട്ടിട്ടില്ല. ബൈബിള് ഇപ്പോഴും വായിക്കും. ഞാനിപ്പോഴും ദൈവത്തെ തന്നെ, യേശുവിനെ തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നത് കേട്ടോ. അല്ലാതെ നിങ്ങൾ പറഞ്ഞ് എന്നെ ഊളംപാറ കൊണ്ടുപോകണമെങ്കിൽ ഞങ്ങൾ പൊക്കോളാം. അങ്ങനെ പോകേണ്ട ഒരു സാഹചര്യം വന്നാൽ പോയല്ലേ പറ്റുള്ളൂ. ഊളംപാറ പോകേണ്ട സാഹചര്യം വന്നാൽ പോയേ പറ്റൂ. പിന്നെ വളവള വർത്താനം പറയണമെന്ന് പറഞ്ഞ് വളവള വർത്താനം പറയാതെ പിന്നെ നിങ്ങൾ പറയലേ. ഈ നമ്മൾ ഉള്ള കാര്യങ്ങൾ വിളിച്ചു പറയുമ്പോഴത്തേന് ഈ കള്ളിക്ക് തുള്ളലളവെന്ന് പറയും. പണ്ടുള്ള ആൾക്കാരൊക്കെ പറയും, ഉള്ള കാര്യം വിളിച്ചു പറയുമ്പോൾ കള്ളിക്ക് തുള്ളലളവെന്ന്. അപ്പോൾ ഉള്ള കാര്യം പറയുമ്പോഴാണ് നിങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നത്. അത് പറയുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. പറയുന്ന പാസ്റ്റർമാരോ അല്ലെങ്കിൽ അവരുടെ സഭയിൽ നിൽക്കുന്ന വിശ്വാസികളോ അങ്ങനെയുള്ളവരായിരിക്കും ഈ പറയുന്നത്, അല്ലാതെ സാധാരണ ആൾക്കാരും ഒന്നും പറയത്തില്ല. അപ്പം എനിക്ക് ഊളംപാറ പോകേണ്ടി വന്നാൽ ഞാൻ പോവും. പിന്നെ വളവള പറയണമെങ്കിൽ ഞാൻ പറയും. പക്ഷേ ഈ വിഷയത്തെക്കുറിച്ച് ഇനി ഞാൻ സംസാരിക്കത്തില്ല. എന്ന് വെച്ചാൽ എനിക്ക് അതിൻ്റെ പുറകെ നിന്നും പോകാനുള്ള സമയമോ നിങ്ങൾക്ക് റിപ്ലൈ തന്നുകൊണ്ടിരിക്കേണ്ട കാര്യങ്ങളോ എനിക്കില്ല. ഇതോടെ ഞാൻ നിർത്തുകയാണ്. അപ്പോൾ ഇതുകൊണ്ട് ഇനിയിപ്പോൾ എന്ത് കമൻറ്റ് വന്നാലും ഈ കാര്യത്തിൽ ഞാൻ പ്രതികരിക്കത്തില്ല. നമുക്കുണ്ടായ കാര്യങ്ങളാണ്. അപ്പം ഉണ്ടായതെന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ച് വെച്ചിരുന്നത് പെന്തക്കോസ്ത് സഭയെന്ന് പറഞ്ഞാൽ ഒരു നല്ല കൂട്ടായ്മ, കുറ്റങ്ങളോ കുറവുകളോ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാത്തതും, ഇല്ലായ്മക്കാരെ ചേർത്ത് നിർത്തുക. ഇല്ലായ്മക്കാരെന്ന് പറഞ്ഞാൽ പാവങ്ങളായ മനുഷ്യരെ ചേർത്ത് നിർത്തുക. അവരെ കൂട്ടത്തിൽ അവരെ പോലെ തന്നെ അവർ പണക്കാരെന്നോ പാവങ്ങളോ ഒന്നുമില്ല, എല്ലാവരെയും ഒരുപോലെ കാണുന്ന ഒരു സഭയാണെന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്.
എല്ലാവരെയും ഒരുപോലെ കാണുന്നുള്ള സഭയെന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. പക്ഷേ എനിക്ക് അവിടെ നിന്നപ്പോഴത്തേനും എനിക്ക് അങ്ങനെ അല്ല എന്ന് തോന്നി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ഒരു വലിയൊരു ഒരു 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 ഇതിൽ നമ്മൾ പെട്ടപ്പോൾ നമ്മളിൽ നിന്ന് നമ്മളെ മാനസികമായിട്ട് നമ്മളെ ഇതാക്കിയതല്ല. മാനസികമായിട്ട് ഇതാക്കിയെന്ന് പറഞ്ഞാൽ പുള്ളി നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു മാറി പോവുകയാണ് ചെയ്തത്. ആ ഒരു കാര്യത്തിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ പറഞ്ഞു തരുമോ, അങ്ങനെ എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞു തരുമോ, അങ്ങനെ ചെയ്യണമെന്നോ ഇങ്ങനെ ചെയ്യണമെന്നോ ഒന്നും പറഞ്ഞു തരാതെ അവർ പോവുകയാണ്. നമുക്ക് പൊക്കോട്ടെ, നമുക്ക് കുഴപ്പമില്ല. ആര് പോയാലും പോയില്ലേലും ഞങ്ങൾ കഷ്ടപ്പെട്ടാലും നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ഒരു ചേച്ചിയുടെ കമൻറ്റ്, അവർ വിശ്വാസ ജീവിതത്തിൽ ഇറങ്ങിയിട്ട് അവർക്ക് അനുഗ്രഹമായിരുന്നു എന്ന് പറഞ്ഞ് അവർ അനുഗ്രഹിക്കട്ടെ. ഇപ്പം വിശ്വാസ ജീവിതത്തിൽ ഇറങ്ങി എന്ന് പറഞ്ഞ് ആ സഭയിൽ നിന്ന് നമ്മളെ അനുഗ്രഹിക്കുമെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത്. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. നമ്മൾ അതിലോട്ട് നിന്നാൽ ചിലപ്പം ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം, നമ്മുടെ പ്രാർത്ഥനയോ നമ്മുടെ ഇതൊക്കെ കണ്ടിട്ട് ദൈവത്തിനോട് കൂടുതലായിട്ട് അടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചേർന്നത്. പക്ഷേ അതിൽ നമ്മൾക്ക് ദൈവത്തെ കൂടുതൽ അടുത്ത് നിൽക്കുക സഭകളിലോ ഒന്നും പോകേണ്ട കാര്യമില്ല. നമ്മുടെ മുറിക്കകത്ത് തന്നെ നമ്മൾ പാവിരിച്ചിരുന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം മതി അല്ലേ? അങ്ങനെ ചെയ്യണവരെത്രയോ പേരുണ്ട്. ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ സഭയിൽ പോവാൻ പറ്റാത്തവർ എത്രയോ പേര് ഒളിച്ചും പാത്തുമൊക്കെ വിശ്വാസ ജീവിതത്തിൽ നിൽക്കുന്നുണ്ട്. അപ്പം പിന്നെ എന്താണ്, ഞാൻ ഒരു പാസ്റ്ററിനോ ഒരു പാസ്റ്റർമാരെയോ ഒരു അച്ഛന്മാരോ വ്യക്തിഹത്യയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ആരുടെയും പേര് പറഞ്ഞിട്ട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ നിന്ന സഭയിൽ നമുക്കൊരു കാര്യം വന്നപ്പോഴത്തേന് ആ പാസ്റ്റർ നമ്മളിൽ നിന്ന് മാറിപ്പോവുകയാണ് ചെയ്തത്. അതാണ് ഞാൻ പറഞ്ഞത്. അതിന് എന്നെ വട്ടത്തിയാക്കി എന്നെ ഉളമ്പാറ കൊണ്ടുപോകാൻ പറഞ്ഞു. അതൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ ഒരുപാട് കമൻറ്റ് വന്നു. ഞാൻ ഈ യൂട്യൂബ് തുടങ്ങിയിട്ട് ഫസ്റ്റിലേ ഇപ്പം ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോയ്ക്ക് ഇത്രയും കമൻറ്റുകൾ വരുന്നത്. ആദ്യമായിട്ടാണ്. ഞാനിതിൽ ആരെയും ഞാൻ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുകയോ ആരുടെയെങ്കിലും വ്യക്തിപരമായിട്ട് പേര് പറയുകയോ ഒന്നുമില്ല. പിന്നെ എനിക്ക് സഭകളിൽ പോകാൻ വിശ്വാസം ഇല്ല. എനിക്കിപ്പോൾ സഭകളിൽ പോകാൻ താല്പര്യമില്ല. എനിക്ക് ദൈവത്തെ മാത്രം വിശ്വസിച്ചാൽ മതി. ഞാൻ ദൈവത്തെ മാത്രം വിശ്വസിക്കുന്നു. അത് എനിക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ എൻ്റെ രീതിക്ക് പ്രാർത്ഥിക്കും. എൻ്റെ രീതിക്ക് ഞാൻ പ്രാർത്ഥിക്കും. എനിക്കിപ്പോൾ ഒരു സഭയിലും പോകണമെന്നോ, എനിക്ക് സഭയിലേ പോകണ്ട. പിന്നെ മരിക്കുമ്പോൾ എവിടെ കൊണ്ടുപോകുന്നു? മരിക്കുമ്പോൾ എവിടെയെങ്കിലും കൊണ്ടുപോകും. ചുടുകാട്ടിലൊക്കെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, അവിടെയൊക്കെ കൊണ്ടുപോയിക്കോളും ആരെങ്കിലും എടുത്ത്. പിന്നെ രോഗം വരുന്നതൊക്കെ അത് ദൈവം തരുന്നത് 2 കൈ നീട്ടി സ്വീകരിക്കും. അത്ര തന്നെ. എന്തെല്ലാം നമ്മൾ സഹിച്ചിരിക്കണു. പിന്നെ നമ്മളൊരു ഒരു പള്ളിയിലോ അമ്പലത്തിലോ ഒരു സഭയിലോ ഒക്കെ പോകുന്നവരെ കഷ്ടതകളും പ്രയാസങ്ങളും രോഗങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളൊക്കെ ഉള്ളവരാണ് പോകുന്നത്. അല്ലാതെ നല്ല എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, രോഗമില്ല, ഭാരമില്ല, പ്രയാസമില്ല, ഇങ്ങനെയുള്ളവരല്ല കൂടുതലും അവരും പോകുന്നുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ കൂടുതൽ രോഗത്താൽ ഭാരപ്പെടുന്നവർ, മാനസികമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ, ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുകൾ രോഗങ്ങൾ അനുഭവിക്കുന്നവർ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, അങ്ങനെയൊക്കെ ഉള്ളവരാണ് കൂടുതൽ ദൈവത്തെ ആശ്രയിച്ച് പോകുന്നത്. അപ്പോൾ നമുക്കും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഞങ്ങൾക്ക് ഭാരങ്ങളും പ്രയാസങ്ങളും ഇല്ലായ്മകളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം എവിടെന്നെങ്കിലും ദൈവത്തെ വിളിക്കുമ്പോൾ എവിടെന്നെങ്കിലും ഒരു പിടിവെള്ള് കിട്ടി അതിൽ കയറാം, അതിൽ നമുക്കൊരാശ്രയം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പോയത്. പിന്നെ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു, ഇനി ഇതിൽ രക്ഷയില്ലാത്തതുകൊണ്ട് വേറെ ഏതെങ്കിലും സഭയിൽ ചാടിക്കയറിക്കോളാൻ, അവിടോട്ട് ചാടിക്കോളാൻ. ഞാനങ്ങനെ കാണുന്ന സഭയിലും കാണുന്ന പാസ്റ്റർമാരുടെ അടുത്തൊന്നും ഞാൻ പോയിട്ടില്ല. ആകെ ഈ ഒരു സഭയിൽ പോയി. അങ്ങനെ പോയി ഒരു അറിവ് ഞാൻ അങ്ങനെ മാത്രമേ പോയിട്ടുള്ളൂ. ഈ ഒരു സഭയിൽ തന്നെ ആദ്യമായിട്ടും അവസാനമായിട്ടും പോയത്. വേറൊരു സഭകളിലും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കൊണ്ട് നടന്ന ആളല്ല. എനിക്കതല്ലായിരുന്നു പണി. മനസ്സിലായില്ലേ? എനിക്ക് എൻ്റെ കുടുംബം പോറ്റാനും എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്താനും ഒക്കെയാണ് ഞാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തി. അപ്പോൾ അതിൽ നിന്നൊരു കഷ്ടപ്പാടിന് എന്തെങ്കിലും ഒരു ആശ്രയം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോയത്. അപ്പോൾ അതിൽ പോയപ്പം അതിനേക്കാളും എനിക്ക് ഭാരങ്ങൾ കൂടുകയാണ് ചെയ്തത്. എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, അവിടെ പോകണം, ഇവിടെ പോകണം, നമ്മുടെ ജോലി ചെയ്യണം, മറ്റ് പ്രാർത്ഥനകൾക്ക് പോകണം, കുടുംബ പ്രാർത്ഥനയ്ക്ക് പോകണം, വീടുകളിൽ ഭവന പ്രാർത്ഥനയ്ക്ക് പോകണം, ചർച്ചിൽ പോകണം. ഞാൻ ജോലിക്ക് ഇങ്ങനെ നിന്നുകൊണ്ടിരുന്ന അടുത്തുനിന്ന് തന്നെ ഞാൻ ഞായറാഴ്ച 2 ബസ് കയറി ഞാൻ ചർച്ചിൽ വന്നിട്ടുണ്ട്. കുറേ നാൾ അങ്ങനെ വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ നിന്ന ആള് തന്നെയാണ് ഞാൻ. അങ്ങനെയൊക്കെ
ഇപ്പം ഞാൻ ഇനിയിപ്പോൾ ഒരു സഭയിലോട്ടും പോവാൻ ആഗ്രഹിക്കുന്നില്ല, ഒരിടത്തോട്ടും ചാടാൻ ആഗ്രഹിക്കുന്നില്ല, ഒരു പാസ്റ്റർമാരുടെ മുമ്പിലും പോവാനും ആഗ്രഹിക്കുന്നില്ല. ദൈവം എന്ന് പറയുന്ന ഒരു ശക്തിയുണ്ട്, അതിനെ വിശ്വസിച്ച്, ദൈവം എന്ന് പറയുന്നൊരു ശക്തിയാണല്ലോ, അത് വിശ്വസിക്കുക. അല്ലാതെ ഈ പാസ്റ്റർമാരെയോ അച്ഛന്മാരെയോ അല്ലെങ്കിൽ ആരെയും വിശ്വസിക്കുന്നില്ല. ആരെയും വിശ്വസിക്കുന്നില്ലെന്നും ഞാൻ ഈ പറയുന്നതുകൊണ്ട് ആരും കൊള്ളരുതാത്തവരെന്നല്ല അതിൻ്റെ അർത്ഥം. നല്ലവരും ചീത്തവരും എല്ലാം ഉണ്ട്, നല്ലവരും ഉണ്ട്, എല്ലാവരും ഉണ്ട്. അത് ഒരാളെ ഞാൻ വ്യക്തിപരമായിട്ട് ആരെയും ആക്ഷേപിക്കുന്നില്ല, ആരെയും ആക്ഷേപിക്കുന്നില്ല. കമൻറ്റുകൾക്കുള്ള മറുപടിയാണ് പറഞ്ഞ കേട്ടില്ലേ. പിന്നെ എന്തിനാണ് ഈ സഭകളിൽ പോയാൽ ഉള്ള ഒരു ഇതും കൂടെ പോവും. ഇപ്പം ഒരു സൈലൻ്റ് ആയിട്ടുള്ള ഒരു പ്രാർത്ഥന എവിടെയെങ്കിലും ഉണ്ടോ? സൈലൻ്റ് ആയിട്ടുള്ള പ്രാർത്ഥന എവിടെയെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും പെന്തക്കോസ്ത് വിശ്വാസ സഭയിൽ പോയി കഴിഞ്ഞാൽ ഒരു സൈലൻ്റ് ആയിട്ടുള്ള ഒരു പ്രാർത്ഥനയുണ്ടോ? അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ തലയെല്ലാം കൂടെ ഇളകുന്ന രീതിയിലാണ് പ്രാർത്ഥന. ഓർക്കസ്ട്രകൾ മൊത്തം അതിൻ്റെ സൗണ്ട് കേട്ട് നമുക്ക് അവിടെ നിൽക്കാൻ പറ്റത്തില്ല. ഇത് തലമണ്ട ഇളകിപ്പോവും. ആ കണക്കിനാണ്. ഒരു പ്രാർത്ഥിച്ചാൽ, ഒരു പാട്ട് പാടിയാൽ അതിൻ്റെ ആ പാട്ട് എന്തുപോന്ന് പോലും നമുക്ക് മനസ്സിലാവത്തില്ല. അതുപോണക്കാണ്. പണ്ടൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്, പണ്ടുള്ള ആൾക്കാരൊക്കെ എൻ്റെയൊക്കെ ചെറുതുനാൾ കേട്ടിട്ടുണ്ട്. ഒരു വീട്ടിലൊരു കുടുംബ സന്ധ്യാപ്രാർത്ഥനയ്ക്കൊക്കെ പാടുന്ന പാട്ടുകളൊക്കെ ഇവരൊക്കെ അതെടുത്ത് വെച്ചിട്ട് ആലറി വിളിച്ച് ഓർക്കസ്ട്രയുടെ അത് ഇപ്പോൾ ഒരു നല്ലൊരു നമ്മളെ ആണല്ലോ. അപ്പോൾ നമ്മുടെയൊക്കെ പള്ളികളിലൊക്കെ പാടുന്നതോ അല്ലെങ്കിൽ വീടുകളിൽ സന്ധ്യാപ്രാർത്ഥന പാടുമ്പോൾ ഈ പാട്ടൊക്കെ പാട്ടുകൾ പാടില്ല. ആ പാട്ടൊക്കെ ഇതായിട്ടാണ് അപ്പച്ചനും അമ്മച്ചിമാരൊക്കെ പാടുന്നതും പാടുന്ന കേൾക്കാൻ എന്ത് നല്ല ഇതാണ്. ഇവിടെയൊക്കെ പാടുന്ന അങ്ങനാണോ? മൈക്കിൾ ജാൻസൻ്റെയൊക്കെ പാട്ട് പോലെയാണ് അവരൊക്കെ പാടി വിടുന്നത്. ഓരോ ചേച്ചിമാരങ്ങ് അലറി വിളിച്ചങ്ങ് കാലയിൽ നിന്നങ്ങ് തുള്ളുവാണ് ചെയ്യുന്നത്. ഓഹോ, എന്തുവാ ഇത് പറയണ്ടേ? എനിക്ക് പറയാൻ അറിയത്തില്ല. ഇനി ഇത് പറഞ്ഞിട്ട് ഞാൻ ആളെ എൻ്റെ മേക്കിട്ട് കയറണ്ടാരും. ഓരോ പാട്ടുകളെടുത്ത് വെച്ച് പാടി ഇംഗ്ലീഷ് മോഡലാക്കി വെച്ചിരിക്കുകയാണ്. ഇംഗ്ലീഷ് മോഡൽ എങ്കിലേ അവിടെ ആൾക്കാർ വരത്തുള്ളൂ. ഓർക്കസ്ട്ര എന്തിനാ ഇത്? ഒരു സൈലൻ്റായിട്ട് ഒരു പള്ളിയിൽ ഒരു സഭയിൽ പോയി ഇരുന്ന് സൈലൻ്റായിട്ട് പാട്ട് പാടി പ്രാർത്ഥിക്കുക. അത് കേൾക്കാനൊരു ഇമ്പമുണ്ട്, കേൾക്കാനൊരിതുണ്ട്. ഇത് ഉള്ള കൊട്ടും പൊട്ടും തവലയടിയും കൊട്ടും മേളവും പ്രാർത്ഥിക്കുന്ന കേൾക്കാൻ പറ്റത്തില്ല. പാട്ട് പാടുന്ന ഏത് പാട്ടെന്നറിയത്തില്ല. ഈ മൈക്കിൾ ജാൻ അപ്പോൾ അവിടെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അന്നേരം കിടന്ന് ഡാൻസും കൂടെ കളിക്കും. അതുപോലെ ആ പാട്ട്. ഇപ്പം എനിക്ക് ബുദ്ധിയില്ല, വിവരമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വരും. അങ്ങനെ ഒരുപാട് കമൻറ്റുകൾ വന്നിട്ടുണ്ട്. എനിക്ക് ഈ ഒരു വീഡിയോയ്ക്കാണ് ഒരുപാട് കമൻറ്റുകൾ എനിക്ക് വന്നത്. ഇനിയിപ്പോൾ ആരെന്ത് പറഞ്ഞാലും ശരി തന്നെ, എനിക്ക് പറയാനുള്ളതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ഈ സഭയിൽ നിൽക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ പിന്മാറിപ്പോയി. അതിനെന്താ? എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു. എന്താ, എനിക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമില്ലേ? എനിക്ക് എൻ്റെ അനുഭവം പറയാമല്ലോ. എന്താ, ഇത് ഇന്ത്യ മഹാരാജ്യമല്ലേ, അവനവൻ്റെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യമൊക്കെ കിട്ടിയതല്ലേ. അപ്പോൾ എനിക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ അത് കേട്ടാൽ മതി, ഇല്ലാത്തവർ കേൾക്കണ്ട. ആടാ അതിന് എന്നെ ഊളംപാറ കൊണ്ടിടാനും എന്നെ അങ്ങോട്ട് ചാടുന്നു ഇങ്ങോട്ട്, നിങ്ങളാരെങ്കിലും കണ്ടോ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്നത്? കണ്ടോ? ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചാടിയിട്ടില്ല. ആകെ ചാടിയത് ഇതിനകത്താണ്. അതിൽ നിന്ന് പിന്മാറി പോന്നു. ഇനി എങ്ങോട്ടും ചാടാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഹൃദയത്തിനകത്ത് ദൈവമുണ്ട്. ആ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചോളാം. എന്താ പാസ്റ്റർമാരെയൊക്കെ പറഞ്ഞപ്പോൾ ഇത്ര പൊള്ളാന് നിങ്ങൾക്കൊക്കെ? നിങ്ങളെ യൂട്യൂബൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിലേ I2I ചാനലെന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. ആ ചാനലിൽ കയറി നോക്ക്. എൻ്റെ അടുത്ത് പറയാൻ ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് ബുദ്ധിമുട്ടായുള്ളൂ. ആ ചാനലിൽ കയറി നോക്ക്. ലോകം മൊത്തവും അറിഞ്ഞു കിടക്കുന്നതാണ്. ആ സാറാണ് മിടുക്കൻ. സുനിൽ സാർ എന്നാണ് ആ സാറിൻ്റെ പേര്. സാർ ഇത് ഇവിടെ കൊണ്ടുവന്നതിന് ഒരുപാട് നന്ദി സാർ. ഞാൻ എപ്പോഴും സാറിൻ്റെ ചാനൽ കാണുന്ന ഒരാളാണ് കേട്ടോ സാറേ. സാറിൻ്റെ ചാനൽ കാണുമില്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല, എന്നാലും ഞാൻ പറഞ്ഞ സാർ ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരെയൊക്കെ ഈ മുഖം മൂടി വലിച്ചു കീറുന്നുണ്ടല്ലോ, അത് തന്നെ വലിയൊരു കാര്യം. പിന്നെ ഞങ്ങളുടെ അടുത്ത് തന്നെ സാർ വേറൊരു ഞാനൊക്കെ അവിടെ പോകണമെന്നൊക്കെ ആഗ്രഹിച്ച ആളാണ് അന്നൊക്കെ.
ഞാൻ സഭയിൽ ചേർന്ന് നിന്നപ്പോൾ അവിടെ ഒരു അറിയപ്പെട്ട ആളിൻ്റെ പേര് പറയണില്ല, അതല്ല സുനിൽ സാറാണ് വെട്ടത്ത് കൊണ്ടുവന്നത്. നമുക്കിതൊന്നും അറിയത്തില്ലായിരുന്നല്ലോ. അതുപോലെ സുനിൽ സാറിൻ്റെ ചാനലൊക്കെ കയറി ഒന്ന് കണ്ടു നോക്ക് എല്ലാവരും. അപ്പം അറിയാം എന്തൊക്കെയാണ് പറഞ്ഞപ്പോൾ. ഞാൻ പറഞ്ഞപ്പോൾ മാത്രം നിങ്ങൾക്ക് പൊള്ളുന്ന എന്തേ? ആ ചാനലിൽ കയറി നോക്ക്. പറയുന്ന കള്ളമാണ്, കൗശലമാണ്. എന്തോരം അച്ഛന്മാരെയും എന്തോരം പാസ്റ്റർമാരുടെ കാര്യങ്ങൾ ഓരോ ആ സഭകളിൽ നിൽക്കുന്നവർ അല്ലെങ്കിൽ ആ പള്ളികളിൽ നിൽക്കുന്നവർ പറയുന്നുണ്ട്. അതിന് നിങ്ങൾക്ക് മറുപടിയില്ലേ? എന്നിട്ട് ആ പുള്ളിയെ തല്ലാനും കൊല്ലാനും ചെന്ന് എവിടെ സത്യങ്ങൾ വിളിച്ചു പറയുമോ അവിടെ അവരെ തല്ലാനും കൊല്ലാനും വരും. സത്യങ്ങൾ എവിടെ വിളിച്ചു പറയുമോ അവിടെ തല്ലാനും കൊല്ലാനും വരും. ആ പുള്ളിയെ ഒരുപാട് ദ്രോഹിച്ച് ആ സുനിൽ സാറിനെ ഇതൊക്കെ വെളിച്ചത്ത് കൊണ്ടുവന്നോണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ളവർ നേരത്തെ വരേണ്ടിയായിരുന്നു. എന്നെങ്കിൽ ഇതുപോലുള്ള ആൾക്കാരൊന്നും കൂടുതൽ വളരത്തില്ലായിരുന്നു. ഞാൻ ആരെയും വ്യക്തിഗതമായിട്ട് പറഞ്ഞിട്ടില്ല, എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് വന്ന് കമൻ്റ് ഇട്ടവരോടാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. അല്ലാതെ വേറെ ആരെയല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് മെൻ്റലി പ്രശ്നമാണ്. പിന്നെ ഒരു ചേച്ചി പറഞ്ഞു, ചേച്ചിക്ക് അനുഗ്രഹമാണെങ്കിൽ ചേച്ചി അനുഗ്രഹിച്ചോ, ചേച്ചി അനുഗ്രഹമായിട്ടിരുന്നോ. എനിക്ക് അതിൽ നിന്ന് സഭയിൽ പോയതുകൊണ്ട് എനിക്ക് സഭയിലുള്ളവർ അനുഗ്രഹിക്കുമെന്നും പറഞ്ഞല്ല ഞാൻ പോയത്. ദൈവത്തെ നോക്കി പോയതാണ്. എനിക്ക് അവിടെ നിൽക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ പോന്നു. ഞാൻ ഇനി എന്നെ ദൈവത്തെ വിളിക്കണേ എൻ്റെ ഹൃദയത്തിൽ ഞാൻ വിളിച്ചോളാം. അതിന് ഒരു സഭയിലും പോകാൻ ഇനി ആഗ്രഹിക്കുന്നില്ല കേട്ടോ. എന്തിനാ? നമുക്കൊരു ആശ്വാസത്തിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ പോകുന്നത്. അവിടെ നമുക്ക് കുത്തിത്തിരിപ്പും വേർകൃത്യവും കുത്തിത്തിരിപ്പ് അതൊക്കെയാണ്. കമ്മലിട്ടേക്ക് മാലയിട്ടോണ്ട് അനുഗ്രഹിക്കുന്നില്ല. എന്തിനാ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇനി ഇതിന് പേരും പറഞ്ഞ് ആരും എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് ഇതിന് ഒന്നും പറയണ്ട. ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞു. നിങ്ങൾക്കുള്ള കമൻറ്റ് ഇട്ടവർക്കുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ബുദ്ധിയില്ല, വിവരമില്ല എന്നൊക്കെ അതും ആരാണ്ട് കമൻറ്റിൽ ഇട്ടിട്ടുണ്ട്. ബുദ്ധിയില്ല, വിവരമില്ല എന്നൊക്കെ ഉള്ളത്. എന്തായാലും ബുദ്ധിയില്ലെങ്കിലും വിവരമില്ലെങ്കിലും നിങ്ങളാരും എനിക്ക് ചിലവിനൊന്നും തരണ്ട കേട്ടോ. നിങ്ങളുടെ അടുത്തോട്ടൊന്നും ഞാൻ വരുത്തുമില്ല. ഞാൻ അന്തസ്സായിട്ട് ജോലി ചെയ്ത് തന്നെ ജീവിക്കുന്നത്, ആരുടെയൊന്നും കൈനീട്ടി മേടിച്ചുകൊണ്ടല്ല ജീവിക്കുന്നത് കേട്ടോ. മനസ്സിലായോ? പിന്നെ എന്നെ ആക്ഷേപിക്കാനും നിങ്ങൾക്ക് അർഹതയില്ല കേട്ടോ. ഞാനേ കൊട്ടും കൊടലുമായിട്ടൊന്നും നടക്കുന്ന ആളല്ല. ശരി. അമ്മ വന്നോ? ഞാനേ അന്തസ്സായിട്ട് ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന ആളാണ്. ഞാൻ സഭയിൽ പോണ കാലത്ത് ഞാൻ ആരുടെ അടുത്തും ഒന്നിനും പോയിട്ടില്ല. പിന്നെ എനിക്കറിഞ്ഞ് എൻ്റെ മോന് ആക്സിഡൻറ്റ് പറ്റിയപ്പോൾ അറിഞ്ഞ് സഹായിച്ചവരുണ്ട്. ആ സഹായം മരണം വരെ മറക്കത്തുമില്ല. ഹൃദയത്തിൽ എപ്പോഴും ഉണ്ട്. തന്നിട്ട് തന്നില്ലെന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല, പറയത്തുമില്ല. ഞാൻ പറഞ്ഞില്ലേ, മരണം വരെ ഉണ്ടാവും. പിന്നെ ബുദ്ധിയും ബോധവും വിവരമൊന്നും ഇല്ലെന്നൊക്കെ നിങ്ങളൊക്കെ പറഞ്ഞല്ലോ കമൻറ്റിൽ വന്നിട്ട്. അതങ്ങനെ ഇരുന്നോട്ടെ. ബുദ്ധിയും ബോധവും ഇല്ല, വിവരവും ഇല്ല, അങ്ങനെ ഇരുന്നോട്ടെ. അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. ഇപ്പം എല്ലാവരും ലോകത്ത് ബുദ്ധിയും ബോധമൊക്കെ ഉണ്ടെങ്കിലേ ഇങ്ങനെ ബുദ്ധി കെടാനും വിവരക്കേടൊക്കെ വിളിച്ച് പറയാനും ഒക്കെ ആൾക്കാർ വേണ്ട. എല്ലാവരും ബുദ്ധിയും ബോധവും വിവരവും വെച്ച് നടന്നാലോ? എല്ലാവർക്കും അങ്ങനെയൊന്നും നടക്കാൻ പറ്റൂല. എല്ലാവരും പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും കളക്ടറും ഡോക്ടറും എൻജിനീയറും ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഇതുപോലെയൊക്കെ വല്ലത്തെ ജോലിയൊക്കെ ചെയ്യാനൊക്കെ ആരെങ്കിലുമൊക്കെ വേണ്ടേ? അപ്പം എല്ലാവർക്കും ബുദ്ധിയും ബോധമൊന്നും വേണമെന്നൊന്നും എനിക്ക് അങ്ങനെയുള്ള അഭിപ്രായമൊന്നുമില്ല. അപ്പം ഇതൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ. ഇനി ഇതേക്കുറിച്ച് ഞാൻ ഒരു അക്ഷരം മിണ്ടത്തില്ല. അപ്പം എൻ്റെ ആ വീഡിയോ കണ്ട ആൾക്കാരെയൊക്കെ എനിക്ക് മനസ്സിലായി. കമൻറ്റുകളൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി. നല്ല കമൻറ്റുകൾ പറഞ്ഞ ഒരുപാട് പേരുണ്ട്, അവരോടൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. മോശം കമൻറ്റ് പറഞ്ഞവരോട് നന്ദിയൊക്കെ ഉണ്ട്. എന്തായാലും നന്ദിയൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളെ അനുഭവമാണ് പറഞ്ഞത്. അതിന് നിങ്ങൾ പറഞ്ഞതിന് ഉത്തരം ഞാൻ പറഞ്ഞു. അപ്പം എന്തായാലും ഞാൻ ഊളംപാറയ്ക്കൊന്ന് പോകുന്നുണ്ട്. എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് അറിയണമല്ലോ. ഊളംപാറയ്ക്ക് പോകാൻ വണ്ടി പറഞ്ഞിട്ടുണ്ട് നാളെ.
അപ്പം ജോലിയിൽ നിന്ന് 2 ദിവസം ലീവ് എടുക്കുന്നുണ്ട്. അപ്പം ഉളമ്പാറയ്ക്ക് പോകാനുള്ള എല്ലാ സെറ്റപ്പുകളും ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ഈ വിഷയം ഞാൻ സംസാരിക്കുന്നതല്ല. അപ്പം എനിക്ക് കമൻ്റ് ഇട്ടവരൊക്കെ ചെന്ന് സുനിൽ സാറിൻ്റെ ചാനൽ കണ്ടാൽ നന്നായിരിക്കും. അവിടെ ഒരുപാട് കമൻ്റ് ഇടാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. കമൻ്റ് നിങ്ങൾക്ക് വാരി കോരിച്ചല്ല ഇടാം. സുനിൽ സാറിൻ്റെ ITI ന്യൂസിന് ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുന്നത്. നിങ്ങൾക്ക് കമൻ്റ് ഇടാനൊരു വേദിയാണത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് തൊട്ടുള്ള എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ. പിന്നെ അല്ലാത്തവർക്കും ടാറ്റ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ടാറ്റ.